രാവിലെ മുതൽ രസം ഉണ്ടാക്കണമെന്നുള്ള വിചാരമായിരുന്നു. അങ്ങനെ ഞാനൊരു രസമൊക്കെ ഉണ്ടാക്കി. കടുക് വറുത്ത് തക്കാളിയൊക്കെ ഇട്ടൊന്നുകൂടെ വഴറ്റി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ശകലം ജീരകം എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട്, പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, വളംപുളിയൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു നന്നായിട്ട് തിളപ്പിച്ചു. പിന്നെ ഇതുണ്ടല്ലോ, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി അതുമൊക്കെ ഇട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അങ്ങനെ ഒരു രസമൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വൻപയറുണ്ടല്ലോ, വൻപയറും മത്തങ്ങയും കൂടെ ഉടച്ച് കറി വെച്ച്. അത് നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്, ഗുണവുമാണ്. വൻപയറും മത്തങ്ങയും. പിന്നെ മീൻകറി ഉണ്ടാക്കി. മീൻകറി അത് തേങ്ങ കുറച്ചൊന്ന് വറുത്ത്, തേങ്ങ ഒന്ന് വറുത്തിട്ട് മസാലയെല്ലാം കൂടെ ചേർത്ത് അരച്ച് വറ്റിച്ചെടുത്ത്. അത് നല്ല ടേസ്റ്റാണ്, തേങ്ങ ആ പച്ച മണം മാറുന്നത്. പിന്നെ അരി വെച്ചു, ചോറൊക്കെ വേവാറായി, റൈസ് കുക്കറിൽ വെച്ചു. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായത്. അപ്പോൾ ചമ്മന്തി ഉണ്ടായിരുന്നേ, നല്ല വെള്ള ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇഡ്ഡലി കുക്കർ, അത് ചെറിയൊരു ഇഡ്ഡലി കുക്കറാണ്. ഞാൻ അത്യാവശ്യത്തിനൊക്കെ പെട്ടെന്നെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ. അപ്പം പാത്രം തേക്കാനും എളുപ്പമുണ്ട്. കുഞ്ഞിഡലിയാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് 8 ഇഡലി, 4 തട്ട് വീതമാണ്. അങ്ങനെ ഞാനത് 8 ഇഡലി ഉണ്ടാക്കി. അത് മാവൊക്കെ കോരി ഒഴിച്ച് ഇഡ്ഡലി കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇഡ്ഡലി വെന്തു, ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചു. അങ്ങനെ ഇതൊക്കെയായിരുന്നു. അപ്പോഴാണ് സമയം കുറച്ചുകൂടെ ഉണ്ടല്ലോ ബാക്കി. ഇന്ന് എളുപ്പം ജോലികൾ തീർന്നു. അപ്പം മസാല പൊടിക്കാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മസാല നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മസാലയാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ മസാലയൊക്കെ ഒന്ന് ചൂടാക്കി അതും മിക്സിയിൽ വെച്ച് പൊടിച്ചെടുത്തു. പിന്നെ അത് തണുക്കാൻ വെക്കണം, ചൂടോടെ ഇട്ട് വയ്ക്കരുതല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം തണുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ജോലികൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും അല്ലേ?